ആർക്കൊരു എനർജി ഇല്ലല്ലോ. ഹലോ 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 ഞാൻ ഹലോ എന്ന് പറയുമ്പോ എല്ലാവരും തിരിച്ച് ഹായ് എല്ലാവരും നല്ല എനർജറ്റീവ് ആയിട്ട്. ഓക്കെ, ഹലോ, ഒന്നും കൂടി ഹലോ. ഓക്കെ, എന്റെ പേര് ആദിൽ എന്നാണ്, മുഹമ്മദ് ആദിൽ കെ എന്നാണ്. ഞാൻ ഒരു ചെറുതായിട്ട് മെന്റലിസം, ഹിപ്നോട്ടിസം, മാജിക് ഇത് മൂന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 10th ആയതുകൊണ്ട് ചെറുതായിട്ട് ഇതാക്കിയൊക്കെയാണ്. അപ്പം ഞാൻ 3 വേൾഡ് റെക്കോർഡ് ഉണ്ട് എനിക്ക്, ചെറുതായിട്ടുള്ളൂ. 2 വേൾഡ് വൈഡും ഒരു ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡും ഉണ്ട്. ഓക്കെ ഓക്കെ ഇപ്പോ ഞാനിവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ജസ്റ്റ് 2-3 മൈൻഡ് റീഡിങ് ട്രിക്സ് ആണ്. വേറെ ഒന്നല്ല, നിങ്ങൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഞാൻ നിങ്ങളോട് വല്ല മനസ്സിൽ വല്ല പാട്ടാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കാൻ പറയും. അതിൻ്റെ അകത്ത് നിങ്ങൾ ഇവിടെ വന്നിട്ട് പാട്ടാണ് ഈ പാട്ട്, അത് ഞാൻ റിവീൽ ചെയ്യാനേ ശ്രമിക്കുള്ളൂ, വേറെ ഒന്നും ശ്രമിക്കില്ല. പിന്നെ ഈ മെന്റലിസം എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു മാജിക്. നിങ്ങളെല്ലാവരും മാജിക് കണ്ടോ? ഹലോ ഹലോ ഹായ് എവിടെ? ഹലോ. ഓക്കെ, നിങ്ങളെല്ലാവരും മാജിക് കണ്ടോ? മാജിക്കിന്റെ ഒരു അപ്ഡേഷൻ ലെവലാണ് ഈ മെന്റലിസം എന്ന് പറയുന്നത്. അതായത് ഈ മൈൻഡ് വെച്ചുള്ള ട്രിക്സ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോ ഒരാളുടെ മനസ്സിലുള്ളത് ജസ്റ്റ് വായിക്കുക, അങ്ങനത്തെ രീതിയിലുള്ളതൊക്കെയാണ് സംഭവങ്ങൾ ഈ മെന്റലിസം എന്ന് പറയുന്നത്. പിന്നെ ഹിപ്നോട്ടിസം ഉണ്ട്. ഹിപ്നോട്ടിസം അതായത് ഇപ്പൊ മരിച്ച ഒരാളെ കാണിച്ചു കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ്. ഇപ്പൊ നമ്മളെ ഒരിക്കലും കാണൂല എന്ന് വിചാരിക്കുന്ന സംഭവങ്ങൾ നമുക്ക് ചിലപ്പോൾ കാണിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്. മെന്റലിസം എന്ന് പറയുന്നത് മാജിക്കിന്റെയും കൂടി കുറച്ചും കൂടി അപ്ഡേഷൻ ലെവലാണ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധ പോയാ? ഹലോ. ഓക്കെ, ജസ്റ്റ് നമുക്കൊരു ഫസ്റ്റ് ചെറിയൊരു എഫക്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അതിനായിട്ട് അത്യാവശ്യം വലിയൊരാള് എൻ്റെ അടുത്തേക്ക് വരണം. അത്യാവശ്യം എനിക്കിവിടെ ലേറ്റ് ആയതുകൊണ്ട് കാണുക. ഓക്കെ, നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. ഓക്കെ ഓക്കെ, പേരെന്താ? ഹരി. ഓക്കെ, നമ്മ ഇപ്പൊ ഇവിടുന്ന് റാൻഡം ആയിട്ടല്ലേ കാണുന്നത്. മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷെ സ്റ്റേജിൽ വെച്ച് ആദ്യമായിട്ടല്ലേ കാണുന്നത്. ഇപ്പൊ പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു സോങ് ആലോചിക്കുക. ഓക്കെ, പെട്ടെന്ന് റാൻഡം ആയിട്ടൊരു സോങ് ആലോചിച്ചല്ലോ. എനിക്കറിയാൻ ചാൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല, റാൻഡം ആയിട്ട് ചൂസ് ചെയ്തല്ലേ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഞാൻ ജസ്റ്റ് ആ സോങ് ഒന്ന് റിവീൽ ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പൊ മെന്റലിസം എന്ന് പറയുന്നത് ഫെയിൽ ആകാം, 100% സക്സസ് ആവുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഫെയിൽ ആയാൽ തന്നെ നിങ്ങൾ എല്ലാവരും ജസ്റ്റ് നല്ലൊരു ക്ലാപ്പ് തരണം. ഓക്കെ, എവിടെ ആരുമില്ലല്ല. ഓക്കെ, ഫെയിൽ ആവുകയാണെങ്കിൽ കളിയാക്കരുത്, കൂവരുത്. ഓക്കെ, നല്ലൊരു ക്ലാപ്പ് തരാം, എന്നാലും എനിക്ക് ചെറിയൊരു മോട്ടീവ് ആവുള്ളൂ. ഒന്നാമത് പേടിച്ചിട്ടാണ് കയറിയിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഒരു റാൻഡം ആയിട്ട് ഒരു പാട്ട് മനസ്സിലാലോചിച്ചുണ്ടല്ലോ. എനിക്കറിയാൻ ചാൻസ് ഒന്നുമില്ല. ഓക്കെ, മനസ്സിൽ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത്. ഫോൺ ഉണ്ടോ കയ്യിൽ? ഫോണില്ല, ഒരു ഫോണൊന്ന് തരുമോ? ഓക്കെ, ഓണാക്കാം. ഓക്കെ, എനിക്കറിയാൻ ചാൻസ് ഒന്നുമില്ല, ഉറപ്പല്ലേ? ഞാൻ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് യൂട്യൂബ് എടുത്തിട്ട് ആ പാട്ടൊന്ന് റിവീൽ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഞാൻ ഇപ്പോഴും പറഞ്ഞ് കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ എന്നാലും ഒരിത്. ഓക്കെ, നേരെ സ്ട്രൈറ്റ് ആയിട്ട് നേരെ. ഓക്കെ, കണ്ണടച്ച് മനസ്സിൽ നന്നായിട്ട് ആ സോങ് മനസ്സിൽ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് നല്ല രീതിക്ക് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ആ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, നന്നായിട്ട് കേട്ടിട്ടുണ്ടല്ലോ. ഈ അടുത്ത ലാസ്റ്റ് ആയിട്ട് എപ്പോഴാണ് കേട്ടെ? കുറച്ചായി. ഓക്കെ, ആ പാട്ട് ജസ്റ്റ് ഇമാജിൻ. ഓക്കെ, പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത്, ഓക്കെ, പാക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത്, എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ അകത്ത് ഫോൺ ഒന്ന് അൺലോക്ക് ചെയ്തിട്ട് യൂട്യൂബ് എടുക്കുക. ഓക്കെ, ഫോൺ ഒന്ന് അൺലോക്ക് ചെയ്തിട്ട് ഇമാജിൻ. ഓക്കെ, ഫോൺ ഒന്ന് അൺലോക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് യൂട്യൂബ് എടുക്കുക. യൂട്യൂബില് ഇപ്പൊ ഈ മനസ്സിൽ വിചാരിച്ച ആ പാട്ടുണ്ടല്ലോ, ആ പാട്ട് മനസ്സിൽ നന്നായി ഇത് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. എനിക്കറിയാൻ ചാൻസ് ഒന്നുമില്ലല്ലോ. ഓക്കെ, യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, റാൻഡം ആയിട്ട് ചൂസ് ചെയ്ത സോങ് അല്ലേ അത്? അതെ. ഓക്കെ, ഞാൻ ജസ്റ്റ് അത് റിവീൽ ചെയ്യാൻ ശ്രമിക്കുക. കറക്റ്റ് ആണെങ്കിൽ എല്ലാവരും നല്ലൊരു ക്ലാപ്പ് തരണം. ഓക്കെ ഓക്കെ,
ഓക്കെ താങ്ക്സ്. ഓക്കെ ഇപ്പൊ ക്ലാപ്പോടെ പോയി ഒരു പ്രാവശ്യം കൂടി ഒരു ക്ലാപ്പ്. ഓക്കെ എന്താ ലേറ്റ് പറഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് എനിക്ക് രണ്ടാൾക്കാർ വേണം. രണ്ടാൾക്കാർ വാ. അല്ല വാ. ഒരാളും കൂടി, ഒരു വലിയ ആൾ. ഇനി ഒരു വലിയ ആൾ വാ. നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക, ക്ലാപ്പ് കൊടുക്കുക. ഇപ്പോ ജസ്റ്റ് എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു റോപ്പ് ഉണ്ട്, ചെറുതല്ല അത്യാവശ്യം വലിയൊരു റോപ്പ് ഉണ്ട്. ഓക്കെ ഞാനിത് ജസ്റ്റ് ആ റോപ്പ് ഉണ്ടാകും. ഒരു ഷാള് കിട്ടും, ഷാൾ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്ത് എന്തെങ്കിലും ഉണ്ടാവും. ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും തുണി. ആ ടൗലുണ്ട് വലുത് ഉണ്ടോ? ഷാള അങ്ങനെ. ഓക്കെ 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 ഇത് ജസ്റ്റ് ഡബിളായിട്ടൊന്ന് മുറിക്കേ. ഡബിളായിട്ടൊന്ന് മടക്കാം. അങ്ങനെയല്ല, ഡബിളായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് മടക്കാം. ആ ഓക്കെ ഇങ്ങനെ വെച്ചാൽ മതി. ഓക്കെ കൈ പിടിച്ചു, അല്ലെങ്കിൽ ഇവിടെ വെച്ചു. ഓക്കെ ജസ്റ്റ് എൻ്റെ കയ്യിലൊരു വലിയൊരു റോപ്പ് ഉണ്ട്. ഈ അറ്റം പിടിച്ചു, നന്നായിട്ട് വലിച്ചു പിടിച്ച്. അത്യാവശ്യം സ്ട്രോങ് റോപ്പല്ലേ? തകരാറ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, സ്ട്രോങ് റോപ്പല്ലേ? ജസ്റ്റ് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ ജസ്റ്റ് അതാ സ്ട്രോങ് റോപ്പല്ലേ? ഓക്കെ ജസ്റ്റ് ഈ റോപ്പ് ഒന്നു ജസ്റ്റ് ഈ രണ്ടറ്റവും പിടിച്ച് നല്ല ടൈറ്റായിട്ട് പിടിച്ച് നല്ല ടൈറ്റാക്കി. ഓക്കെ നല്ല ടൈറ്റാക്കും. ഓക്കെ എൻ്റെ കാലി. ഓക്കെ ജസ്റ്റ് എൻ്റെ കൈൻ്റെ മേളിൽ കൂടെ ജസ്റ്റ് ടൈറ്റായിട്ട് കെട്ടിക്കും. നല്ല ടൈറ്റായിട്ട് കെട്ടിക്കും. അല്ല കെട്ട്. ലൂസായി. അല്ല എൻ്റെ കൈ ലൂസായി. ലൂസാണ് ഇപ്പൊ. അല്ല താഴത്തേക്കാക്കട്ടെ. ഒരു മിനിറ്റ് വിട്ട് ലൂസാക്കി സെന്ററിലേക്ക് വരണം. ഓക്കെ ഇനി വിളിച്ച്. അല്ല ഓക്കെ റെഡി. അതിന് മതി. കെട്ടിക്കോ. ഷൂലേസ് ഇട്ടൊന്ന് കെട്ടി. ഓക്കെ അത്യാവശ്യം ടൈറ്റ് അല്ലേ? ഇതിന്റെ ഈ കൈകളുടെ ഇടയിൽ കൂടെ കൈയൊന്ന് കയറ്റി. ടൈറ്റ് അല്ലേ? നല്ല ടൈറ്റ് അല്ലേ? ജസ്റ്റ് ഈ ക്ലോത്തിന്റെ മേളിലേക്ക് വന്നിട്ട്. ഓക്കെ ജസ്റ്റ് നീ ഒന്ന് മുമ്പിലേക്ക് കയറിയുന്നേ. ഇപ്പുറത്ത് ഈ സൈഡിലായിരുന്നു. ഇക്കൊന്നും അങ്ങോട്ട് കയറിയുന്നേ. അങ്ങോട്ട് കയറുന്നു. ഓക്കെ ഇപ്പൊ കംപ്ലീറ്റ്ലി ടൈറ്റ് അല്ലേ റോപ്പ്? ചെക്ക് ചെയ്യണോ? ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കി. ചെക്ക് ചെയ്യണോ? നീ ചെക്ക് ചെയ്തോ? നിനക്ക് സംശയമുണ്ട്, ചെക്ക് ചെയ്തു. ഓക്കെ ഇപ്പോ കംപ്ലീറ്റ്ലി ടൈറ്റ് ആയിട്ടല്ലേ നിങ്ങൾ റോപ്പ് കിട്ടിയാന്നേ? ജസ്റ്റ് ഞാൻ ഇതൊന്ന് ഡൗട്ട് ഉണ്ടോ നോക്കണം. അവരെ കാണിച്ചു കൊടുത്തു വേണമെങ്കിൽ. അവരെ കാണിച്ചു കൊടുത്തു. ഓക്കെ ജസ്റ്റ് നല്ല ടൈറ്റ് ആണ് സംഭവം. ടൈറ്റ് ആണ് ഉറപ്പല്ലേ? 100%. പക്ഷെ ഇക്കൊന്ന് ഇപ്പുറത്തേക്ക് വന്ന് ഇപ്പുറം വന്ന്. അല്ലെങ്കിൽ നീ സ്റ്റേജിന്റെ താഴത്തിറങ്ങി. ഓക്കെ നീ അവിടെ ഒന്ന് തുറന്നോ. എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുത്ത്. അല്ല ഇക്കിവിടെ വെച്ച് എന്നിട്ട് നീ ഇപ്പുറം ഇതവിടെ വെച്ചോ. കുറച്ച് ഇറങ്ങി. ഓക്കെ നീ ഇറങ്ങി. വേറൊരാൾ വാ. ഒരാൾ ഇതെത്ര പേര്? ഓക്കെ ഒരു മാറി മുമ്പിൽ മാറി. ഓക്കെ ജസ്റ്റ് നിനക്ക് നോക്കണോ? തുറന്നു നോക്കോ. ടൈറ്റ് അല്ലേ നോക്കി? നീ ഇതിന്റെ ഉള്ളിൽ കൂടെ ടൈറ്റ് അല്ലേ നോക്കി? ഇവിടെ ഇന്ത്യ കൈൻ്റെ ഇടയിൽ നോക്കി. ടൈറ്റ് അല്ലേ? കംപ്ലീറ്റ്ലി ടൈറ്റ് അല്ലേ? നേരത്തെ ലൂസാർന്ന്, കെട്ടിയത് ലൂസാർന്ന്. ഓക്കെ കംപ്ലീറ്റ്ലി ടൈറ്റ് അല്ലേ? ജസ്റ്റ് ഇന്ന വെള്ളിട്ട് നീ എന്നിട്ട് പോക്കോ. താങ്ക്സ് ഡ്രാ. അപ്പോ താങ്ക്സ്. നല്ലൊരു ക്ലാപ്പ്. ഓക്കെ താങ്ക്സ്. ഇതുണ്ട് കൊടുത്തരാ. ഓക്കെ ഇപ്പൊ ഇവിടെ എന്തുണ്ടായെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ?
ഒന്നും മനസ്സിലായില്ലല്ലോ. ഓക്കെ, ഇതിന്റെ അകത്ത് നല്ല ഇനി അടുത്തൊരു പെർഫോമൻസിനാണ്. ഓക്കെ, അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ഒരാള്. വാ 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 വാ. ആരാണെങ്കിലും വാ. വലിയൊരു അമ്പിച്ചേട്ടൻ വാ 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 വാ. അമ്പിച്ചേട്ടൻ വാ 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 വാ. അയ്യ, എല്ലാവർക്കും പേടിയാണ്. അയ്യജി വാ വാ. ആരാണെങ്കിലും വാ വാ. നല്ലൊരു ക്ലാപ്പ് കൊടുക്ക, നല്ലൊരു ക്ലാപ്പ് കൊടുക്ക. ഇരിക്കാം. നിന്നാ മതി, നിന്നാ മതി, നന്നായി നന്നായി നന്നായിരുന്നു. ഓക്കെ, പേരെന്താ? ഹാഷിം ജമാൽ. ഓക്കെ, ഇപ്പൊ എന്റെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്, സാധാ ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഈ ഒരു ന്യൂസ് പേപ്പർ പിടിച്ച് അത്യാവശ്യം പേപ്പർ കയറാനൊക്കെ അറിയാലോ, അറിയാം. ജസ്റ്റ് ഇതൊന്നിങ്ങനെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ച് രണ്ട് കൈ കൊണ്ട് പിടിച്ചു. എന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് അടിയിലേക്ക് ഒന്ന് കയറിക്കും സ്പീഡിൽ കയറിക്കും. ഫുള്ള് കയറി അല്ലേ? നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ഓക്കെ, ഫുള്ള് കയറി. ജസ്റ്റ് ഒന്നും കൂടെ കയറാൻ പറ്റുമോ നോക്കി. സ്ട്രൈറ്റ് ആയിട്ട് തന്നെ, സ്ട്രൈറ്റ് ആയിട്ട് നേരത്തെ തന്നെ. കീറാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് കണ്ണടക്കാം. ഓക്കെ, ഇമാജിൻ ഞാൻ ഈ ബോഡിയിലുള്ള മൊത്തം പവർ, ഓക്കെ, ഈ ബോഡിയിലുള്ള അത്യാവശ്യം നല്ല രീതിക്ക് പവർ ഞാൻ ജസ്റ്റ് ഈ ബ്രെയിനിൽ നിന്ന് എടുത്തിട്ട് ഈ ബോഡിയിൽ നിന്ന് മൊത്തമായിട്ട് ബ്രെയിനിൽ നിന്ന് അങ്ങോട്ട് എടുക്കണം. ഓക്കെ, ബ്രെയിനിൽ നിന്ന് എടുത്തതിന് ശേഷം നെക്സ്റ്റ് കണ്ണുറന്നു കഴിഞ്ഞാൽ ബോഡിയിൽ ഒരു തുള്ളി പവർ ഉണ്ടാവില്ല. ഓക്കെ, ഇതേപോലെ കീറിയ പേപ്പർ ഇനി ഒരിക്കലും സ്ട്രൈറ്റ് ആയിട്ട് കീറാൻ പറ്റില്ല. ഓക്കെ, പകുതി വെച്ച് സ്റ്റക്ക് ആവും, പകുതി വെച്ച് ടീർ ചെയ്യാൻ പറ്റില്ല. ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ടീർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കംപ്ലീറ്റ്ലി ബോഡിയിലുള്ള എനർജി മൊത്തം ലൂസ് ആയിരിക്കണം. ഓക്കെ, 3, 2, 1 ഓപ്പൺ യുവർ ഐസ്. ഓക്കെ, പേരെന്താ? ഹാഷിം ജമാൽ. ജസ്റ്റ് പേപ്പർ എടുത്തു ജസ്റ്റ് പൊക്കി പിടിച്ചു, എല്ലാവർക്കും കാണുന്ന രീതിയിൽ. ജസ്റ്റ് 3, 2, 1 എന്ന് പറയുമ്പോൾ ക്ലിയർ ചെയ്യാം. ഓക്കെ, 3, 2, 1. എത്രത്തോളം ട്രൈ ചെയ്യുന്നവർ നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും. ട്രൈ ചെയ്തോ. സ്ട്രൈറ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നവർ നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും. താഴത്തേക്ക് ട്രൈ നോക്കോ. ട്രൈ ചെയ്യുന്നവർ ഫുള്ളായിട്ട് ഒരിക്കലും കീറാൻ പറ്റില്ല. ബോഡിയിലെ മൊത്തം എനർജി ഞാൻ ഇപ്പോഴത്തെ എൻ്റെ കയ്യിലാണ്. ട്രൈ ചെയ്യുന്നവർ നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും. ട്രൈ ചെയ്തോ. ഓക്കെ മതിയോ? വേറെ അഭിപ്രായം എന്നാ കീറിയോക്കുന്നവർ നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും. എത്രത്തോളം ട്രൈ ചെയ്യുന്നവർ നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും. ബോഡിയിലെ മൊത്തം പവർ ഇപ്പൊ എന്റെ കയ്യിലായിരിക്കുന്നത്. അതല്ല സത്യം. ഓക്കെ താങ്ക്സ്. ഞാൻ എടുത്തോട്ടെ. കണ്ണടച്ച് ടേക്ക് എ ഡീപ് ബ്രീത്ത്. ബോഡി ഫുള്ള് റിലാക്സ് ആകും. ഓക്കെ, ടേക്ക് എ ഡീപ് ബ്രീത്ത്. ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് ടൈം ഞാൻ കണ്ണുറക്കാൻ പറയുന്ന സമയത്ത് ബോഡിയിലെ മൊത്തം എനർജി, ഓക്കെ, നെക്സ്റ്റ് ടൈം ഞാൻ ഒന്ന് നെറ്റ് ചെയ്തിട്ട് കണ്ണുറക്കാൻ പറയുന്ന സമയത്ത് ബോഡിയിലെ മൊത്തം പവേഴ്സ് റീകവർ ആയിട്ട് നല്ല രീതിക്ക് എനർജി ഉണ്ടാവും. ഓക്കെ, 3, 2, 1 ഓപ്പൺ യുവർ ഐസ്. ടീർ ചെയ്തു. എല്ലാവരും കാണുന്ന രീതിയിൽ ടീർ ചെയ്തു. ജസ്റ്റ് ഒരു ക്ലാപ്പ് തരാം. ഓക്കെ, പൊളി. ജസ്റ്റ് താങ്ക്സ്. ഓക്കെ, ഇനി നമുക്ക് തപ്പുക്കേക്ക വാ. ഒന്ന് വന്നാ മതി. ജസ്റ്റ് ഒന്നുമില്ല ഒന്ന് വാ. നല്ലൊരു ക്ലാപ്പ് കൊടുക്ക. ഇല്ല, ഇപ്പൊ നമ്മുടെ എല്ലാവരുടെ ഫോണിലും നോട്ട്സ് ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും കാര്യങ്ങൾ നോട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി നോട്ട്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോ എന്റെ ഫോണിലും നോട്ട്സ് ഉണ്ട്. ഇപ്പോ റാൻഡം ആയിട്ട് 10 to 8 അല്ലെങ്കിൽ 10 to 50 ഇഷ്ടമുള്ളൊരു നമ്പർ പറയാം. 10 to 50 ഒച്ച പറഞ്ഞോ. 13. ഞാൻ ഒരു മെന്റലിസ്റ്റ് ആണ്. ഓക്കെ, ജസ്റ്റ് ഈ നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. എനിക്ക് ചിലപ്പോൾ ഈ നമ്പർ നേരത്തെ അറിയാൻ വല്ല ചാൻസ് ഉണ്ടാവും. ലാസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണോ വേണ്ടയോ? ഉറപ്പല്ലേ? എത്രയാ പറഞ്ഞേ? 1, 3. ഓക്കെ, ഈ നമ്പർ ചൂസ് ചെയ്യാൻ വല്ല റീസൺ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കുറച്ച് കയറി. 1, 3, 13. ഓക്കെ, ജസ്റ്റ് എല്ലാവരുടെ ഫോണിലും നോട്ട്സ് ഉണ്ടാവുമല്ലോ. എന്റെ ഫോണിലും നോട്ട്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അകത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലേയേഴ്സ്, അതിൻ്റെ അകത്ത് 13th എല്ലാം ഡിഫറെന്റ് ലെഞ്ചസ് നോക്കും. എല്ലാം ഡിഫറെന്റ് ആണ്. എല്ലാം ഡിഫറെന്റ്.
ഇതിന്റെ അകത്ത് 13 തരാമോ ജസ്റ്റ് നോക്കി. സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. എല്ലാവർക്കും അറിയോ സഞ്ജു സാംസൺ ആരാന്നറിയോ? ആർക്കും അറിയില്ലല്ലേ? സഞ്ജു സാംസൺ അല്ലേ? ഉറപ്പല്ലേ? ജസ്റ്റ് ഇതിന്റെ അകത്ത് റാൻഡം ആയിട്ട് ഒരാളെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ചൂസ് ചെയ്യും? ആര് ചൂസ് ചെയ്യും? ചൂസ് ചെയ്തോ. റാൻഡം ആയിട്ട് ഒരാളെ ഇഷ്ടമുള്ള ഒരാളെ ചൂസ് ചെയ്യാം. ബാക്കിൽ കുറെ വെറ്റിപ്പുണ്ട്, അവരെയൊക്കെ വേണേ ചൂസ് ചെയ്യാം. സഫർ. വാ 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 വാ. കൂട്ടുകാർ തന്നെ അടുത്തല്ലേ? നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. വാ ഓടിയോ. ഓക്കെ പറഞ്ഞു. ഇപ്പോ ഞാൻ ചോദിക്കാണ്, റാൻഡമായിട്ട് ഇഷ്ടമില്ല, ഐ മീൻ റാൻഡം ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതിൻ്റെ അത് ഇഷ്ടപ്പെട്ട ഈ സെയിം പറഞ്ഞ പോലെ തന്നെ 10 to 15 ഒരു നമ്പർ തപ്പിക്കാകെ പറഞ്ഞു കൊടുക്കാം. പറഞ്ഞോ. 22. ഈ നമ്പർ മാറ്റണമെങ്കിൽ മാറ്റാം, ഈ പറയാം. 13. ഇല്ല, ഇത് മാറ്റണോ വേണ്ടേ? അത് മാറ്റിക്കോളാൻ. 42. ഓക്കെ, കറക്റ്റ്. ഇനി മാറ്റൂലല്ലോ ചൂസിങ്. ഓക്കെ, ഇപ്പൊ എത്രയാ പറഞ്ഞേ? 42. എനിക്കറിയാൻ ചാൻസ് ഒന്നുമില്ല ഈ നമ്പർ. ഈ രണ്ടുപേര് ചൂസ് ചെയ്ത നമ്പർ എനിക്കറിയാൻ ചാൻസ് ഒന്നുമില്ലല്ലോ. ഇല്ല. ഓക്കെ, ഞാൻ എല്ലാവരുടെ ഫോണിലും നേരത്തെ പറഞ്ഞ നോട്ട്സ് ഉണ്ട്. എല്ലാവരുടെ ഫോണിലും നോട്ട്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ മലയാളം സോങ്സ്. ഓക്കെ, മലയാളം സോങ്സിൽ 42 എല്ലാം ഡിഫറെന്റ് അല്ലേ? ജസ്റ്റ് ചെക്ക് ചെയ്തു. എല്ലാം ഡിഫറെന്റ് അല്ലേ? എല്ലാം ഡിഫറെന്റ് മലയാളം സോങ്സ് ആണ്. അതിൻ്റെ അകത്ത് 42 എന്താ ഉള്ളത്? ജൂപ്പിറ്റർ മഴ. അതന്നെയല്ലേ? ജൂപ്പിറ്റർ മഴ. ഫസ്റ്റ് ഇവിടെ എന്താ കിട്ടിയേ? സഞ്ജു സാംസൺ. ഇപ്പോ എല്ലാവരുടെ ഫോണിലും ഇൻസ്റ്റാഗ്രാം ഉണ്ടല്ലോ. ഉണ്ടാവോ? ഇല്ലാത്ത ആൾക്കാരില്ല. ഓക്കെ, ജസ്റ്റ് ഹലോ. ഓക്കെ, ജസ്റ്റ് എല്ലാവരുടെ ഫോണിലും ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാം. എനിക്ക് ഈ നമ്പർ നേരത്തെ അറിയാൻ ചാൻസ് ഒന്നുമില്ലല്ലോ. ചാൻസ് ഇല്ലല്ലോ. നമ്പർ ചൂസ് ചെയ്ത ആളാരായിരുന്നു? സഞ്ജു സാംസൺ. ജൂപ്പിറ്റർ മഴ കേട്ടിട്ടുണ്ടോ ആ പാട്ട്? ഓക്കെ, എല്ലാവരും ഫോണിലും ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് JR മെന്റലിസ്റ്റ് ആദിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. JR മെന്റലിസ്റ്റ് ആദിൽ. അതിൻ്റെ അകത്ത് ജസ്റ്റ് എല്ലാവരും എൻ്റെ പ്രൊഫൈൽ എടുക്കുക. ഓക്കെ, വേറെ ഒന്നും ചേർത്ത് പ്രൊഫൈൽ എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ അകത്ത് സ്റ്റോറി ഒന്ന് ഓപ്പൺ ചെയ്യുക. എൻ്റെ സ്റ്റോറി JR മെന്റലിസ്റ്റ് ആദിൽ. ഓക്കെ, അതിൻ്റെ അകത്ത് എന്താ പറഞ്ഞൊന്ന് പറയോ? സഞ്ജു സാംസൺ. ഇറ്റ്സ് യുവർ ചോയ്സ്. എനിക്കിത് അറിയാൻ വല്ല ചാൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇതല്ല, ഇതിന്റെ സോങ് എന്താ ജസ്റ്റ് നോക്കിയാലോ? ഇതേതാ പാട്ട്? അതെ, പാട്ട് ജൂപ്പിറ്റർ മഴ നനയം ആണോ? ഇതാണ് സ്റ്റോറി. എന്നിട്ട് സഞ്ജു സാംസന്റെ ഫോട്ടോയാണ്. കാണാത്തവര് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. JR മെന്റലിസ്റ്റ് ആദിൽ ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അതിന്റെ അകത്ത് സ്റ്റോറിയിൽ കിടക്കുന്ന എത്ര നേരം മുമ്പ് ഞാൻ 45 മിനിറ്റ് കൊണ്ട്. ഞാൻ ഇപ്പൊ ഇവിടെ ഒന്നും ചെയ്തല്ലോ. 45 മുമ്പ്. എനിക്കിത് അറിയാൻ വല്ല ചാൻസ് ഉണ്ടോ? ഇല്ല. ഇതാണ് ജസ്റ്റ് ഒരു മൈൻഡ് റീഡിങ് ട്രിപ്പ് എന്ന് പറയും. ഓക്കെ, താങ്ക് യു. അപ്പോൾ എനിക്കിന്ന് ഇവിടെ അവസരം തന്ന യുവോൺ ഫൗണ്ടേഷന് ഞാൻ നല്ലൊരു താങ്ക്സ് പറയാണ്. ഓക്കെ, എൻ്റെ ഹൃദയം കൊണ്ട് ഞാനൊരു നല്ല താങ്ക്സ് പറയാണ്. ഞാൻ കുറെ നാളെ ഇങ്ങനെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അപ്പോൾ എന്നോട് ഹാരിസ്കയും ഈ യുവോൺ ഫൗണ്ടേഷനിലുള്ള മിക്ക ആൾക്കാരും എന്നോട് ചോദിച്ചു ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ട്രൈ ചെയ്യാം. ഞാൻ കുറെ നാളായി ഇത് ചെയ്തിട്ട്. അപ്പോൾ ഇത് ഞാനിവിടെ ഇപ്പം എന്തോരം നല്ല രീതിക്ക് എന്റർടൈൻമെന്റ് ചെയ്തെന്ന് എനിക്കറിയില്ല. എന്റർടൈൻമെന്റ് ആയോ? ജസ്റ്റ് ഒന്നും കൂടി എനർജി എല്ലാവർക്കും ആയോ? ഓക്കെ, താങ്ക്സ്. അപ്പോൾ ഓക്കെ, താങ്ക്സ്. ഓക്കെ, ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമില് JR മെന്റലിസ്റ്റ് ആദിൽ എന്റെ ഐഡിയ ആണ്. ജസ്റ്റ് പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ക്ലബ് അംഗമായ മുഹമ്മദ് അലിക്കയുടെ മകനാണ് ആദിൽ. അദ്ദേഹത്തിന് ഈ പരിപാടി അവതരിപ്പിച്ചതിന് ഒരു മൊമെന്റ് കൊടുക്കുന്നതിനായിട്ട് PCC ക്രിക്കറ്റ് ക്ലബ് ക്യാപ്റ്റൻ നിയാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേറൊരു കൈയടി. ഗാനമേള ഉടൻ തന്നെ തുടങ്ങുന്നതാണ്. അതിന് മുന്നായിട്ട് PCC ക്ലബ് അംഗമായ